സിറിയയിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നു എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. 37 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ISISന്റെയും ഒപ്പം തന്നെ അൽ ഖ്വയ്ദയുടെയും അടക്കമുള്ള ഭീകര സംഘടനകളുടെ തലവന്മാർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വിവരം. സെപ്റ്റംബർ 16 മുതൽ US സേന ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. 900ഓളം US സേനാംഗങ്ങൾ നിലവിൽ സിറിയയിലുണ്ട്. അവിടെയുള്ള കുർദിഷ് നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് ഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമേരിക്കൻ സേന ഈ സിറിയയിൽ തമ്പടിക്കുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സിറിയയിൽ വലിയ രീതിയിൽ സ്ത്രീകളും യുവാക്കളും അടക്കം ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ. ഏതായാലും ഈ കുർദിഷ് നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പുറന്തള്ളിക്കൊണ്ട് അവിടെ സിറിയ പിടിച്ചെടുക്കാനായി കഴിഞ്ഞ കുറേ നാളുകളായി IS ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹിസ്ബുള്ളയുടെ അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. മുൻപ് ഇറാഖിൽ നിന്ന് സിറിയയിൽ എത്തുകയും ഇറാഖ് വഴി സിറിയയിലെത്തുകയും ISIS അവിടെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് അവർ പുറത്താക്കാൻ കഴിഞ്ഞത്. ഈ തരത്തിൽ അവിടെ അമേരിക്കൻ സേന തമ്പടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഈ സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് വേണ്ട സഹായങ്ങൾ സിറിയൻ അതിർത്തിയിൽ നിന്ന് നൽകുന്നതിൻ്റെ പേരിൽ അല്പം മുമ്പാണ് സിറിയയുടെ മേൽ ഇസ്രയേലിൻ്റെ കനത്ത വ്യോമാക്രമണം നടന്നതെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കയും വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. സെൻട്രൽ കമാൻഡ് അതിനെക്കുറിച്ച് വിശദമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.